മഴ പെയ്യാൻ പത്തനംതിട്ട സലഫി മസ്ജിദിൽ പ്രത്യേക നമസ്കാര പ്രാർത്ഥന. പള്ളിമുറ്റത്താണ് വിശ്വാസി സമൂഹം ഒത്തുകൂടിയത്. ആദ്യം ആ പ്രാർത്ഥനയുടെ ദൃശ്യങ്ങളിലേക്ക്. لا تسمع فيها سرر مرفوعة. മഴ പെയ്യാൻ വേണ്ടി പ്രത്യേക പ്രാർത്ഥന. സലഫി മസ്ജിദിന്റെ പരിസരത്ത് അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. അവിടെ നിന്ന് കൃഷ്ണമോഹൻ തത്സമയം ചേരുന്നുണ്ട്. കൃഷ്ണമോഹൻ, ഇങ്ങനെ പ്രാർത്ഥിച്ച് മഴ പെയ്യിക്കാനുള്ള ആഗ്രഹം, അതിന്റെ സഫലീകരണം എന്താണ്? ഈ പ്രാർത്ഥനയ്ക്ക് പിന്നിൽ എന്താണ് അവരുടെ പ്രതീക്ഷ? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക പ്രാർത്ഥന? പി ജി, സമൂഹത്തിന് ആകെ ഒരു ആശ്വാസമായി മഴ പെയ്യട്ടെ, ആ ഒരു ചിന്തയിൽ, ആ ഒരു നന്മയോട് ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സലഫി മസ്ജിദിൽ വിശാല സമൂഹം ഒത്തുകൂടിയത്. റഷീദ് മൗലവിയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നമസ്കാരം? സാധാരണ അങ്ങനെ ഒരു പതിവ്? മഴയില്ലാതെ രൂക്ഷമായ വരൾച്ചയും കഠിനമായ ചൂടും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരു ചര്യയാണ് മഴയ്ക്ക് വേണ്ടി മഴയുടെ ഉടമസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് സദാചാര ജീവിതം, ധാർമ്മിക മൂല്യങ്ങൾ ജീവിതത്തിൽ പുലർത്തണമെന്ന് ജനങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രാർത്ഥന. എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും അതൊരു പ്രയോജനകരമാവണം എന്നതാണ് അതിന്റെ ഉദ്ദേശം. നമുക്കിവിടെ മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വശത്ത് കടൽ കയറുന്ന പ്രതിഭാസം തീരദേശത്തുണ്ട്. എല്ലാവർക്കും വേണ്ടിയാകും ഈ പ്രാർത്ഥന? എല്ലാവർക്കും വേണ്ടിയാണ്. മനുഷ്യരും ജീവജാലങ്ങളും അടക്കമുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയാണ് നമ്മൾ ഈ പ്രാർത്ഥന നടത്തുന്നത്. പ്രത്യേക വേർതിരിവൊന്നും അതിലില്ല. എല്ലാ മനുഷ്യരും സുഖമായി സ്വസ്ഥമായി ജീവിക്കണം. കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് മനുഷ്യരെല്ലാവരും സുരക്ഷിതമായിരിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. വലിയ ചൂടാണല്ലേ പത്തനംതിട്ടയിൽ? അതിഭയങ്കരമായ ചൂടല്ലേ, സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ഇതിനകത്ത്. പി ജി, ഇതാണ് വലിയ ചൂടിൽ ആളുകൾ ഒരു വശത്ത് ബുദ്ധിമുട്ടുന്നു, ഒരു വശത്ത് കടലാക്രമണം പോലെ പ്രശ്നങ്ങൾ. എല്ലാ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്നും കൊടും ചൂടിൽ നിന്നുമൊക്കെ ഒരു ആശ്വാസം, അതിനുവേണ്ടിയാണ് ഈ സലഫി മസ്ജിദിന്റെ മുറ്റത്ത് വിശ്വാസ സമൂഹം ഒത്തുകൂടി ഇത്തരമൊരു പ്രത്യേക നമസ്കാരം നടത്തിയത്. ശരി കൃഷ്ണമോഹൻ, അങ്ങനെ ഒന്നിച്ച് അവർ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി മഴ പെയ്യണം, ആശ്വാസം കിട്ടണം.